ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 23 ആണ്. ഉൽപ്പത്തി 23-ാം അധ്യായം. അവിടെ സാറയുടെ മരണം നമ്മളവിടെ കാണുവാനിടയായി തരും. സാറ വളരെ വാർദ്ധക്യമായതിനു ശേഷമാണ് സാറ മരിച്ചു പോകാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പോൾ സാറയ്ക്ക് മാത്രമാണ് ഒരു പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ, ബൈബിൾ മൊത്തം നോക്കുകയാണെങ്കിൽ സാറയ്ക്ക് മാത്രമാണ് അവിടെ പ്രായം, അവിടെ എത്ര വയസ്സാണ് മരിച്ചതെന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയെന്ന് നമ്മളൊക്കെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സാറ മരിച്ചപ്പോൾ അബ്രഹാമിന് വളരെയധികം ദുഃഖം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാം വീപ്പ് ചെയ്യുന്ന ഒരവസ്ഥ അബ്രഹാമിന് ഉണ്ടായി തീർന്നു. അപ്പോൾ അബ്രഹാമിന് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം വലിയ വിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. വിശ്വാസികളുടെ ഏറ്റവും വിശ്വാസമുള്ളൊരു വ്യക്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തി പോലും തൻ്റെ ഭാര്യയുടെ മരണത്തിൽ തനിക്ക് കരച്ചിൽ വരാനിടയായി തീർന്നു, താൻ കരയുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ വിശ്വാസികളാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ ബോൾഡായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ കരയരുത് എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ചിലപ്പോൾ വരാം. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും നമ്മളത് കരയുവാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊരു പീസ്, സമാധാനം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഇടയായി തീരും. അപ്പം അതിന് ശരിക്കും കരച്ചിൽ സഹായിക്കും. അതായിരുന്നു അബ്രഹാമിനെ പോലെ ഒരു വ്യക്തിക്ക്, ഇത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ഭാര്യയുടെ മരണത്തിൽ തനിക്ക് സങ്കടം തോന്നി, താൻ കരഞ്ഞുവെങ്കിൽ നമ്മളൊക്കെയും കരയുന്നതിലും തെറ്റൊന്നുമില്ല. നമ്മൾക്ക് ശരിക്കും ഒരു സമാധാനം കണ്ടെത്തുവാനായിട്ട് ഒരു വഴിയായിട്ട് ആ കരച്ചിൽ മാറുവാനിടയായി തീരും. അതിനുശേഷം സാറയെ അടക്കുന്ന കാര്യം വന്നപ്പോഴും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്തെടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം നിങ്ങളെടുത്ത് നിങ്ങൾ ചെയ്തോളാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിൻ്റെ സ്വത്തും അബ്രഹാമിൻ്റെ സമ്പത്തും ഒക്കെ കണ്ടപ്പോൾ അബ്രഹാം ചുരുക്കി പറഞ്ഞ അവിടുത്തെ കനാനിലെ ഏകദേശം ഒരു പവർഫുൾ വ്യക്തി തന്നെയായി. അതുകൊണ്ട് തന്നെ അവരിഷ്ടമുള്ള ഒരു സ്ഥലം അത് ഫ്രീ ആയിട്ട് എടുത്തോളാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അബ്രഹാമിൻ്റെ മനസ്സിൽ ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയുടെ ഓണറിനെ താൻ അപ്രോച്ച് ചെയ്തു. അപ്പോഴാണ് ആ ഗുഹയുടെ ഓണറും പറഞ്ഞ ആ സെയിം കാര്യം തന്നെയാണ്, നിങ്ങൾ ഗുഹ ഫ്രീ ആയിട്ട് എടുത്തോ എന്നുള്ളൊരു കാര്യമായിരുന്നു ആ വ്യക്തി പറഞ്ഞത്. പക്ഷേ അബ്രഹാം ആ കാര്യത്തെ മുതലെടുത്തില്ല. അബ്രഹാം പറഞ്ഞു, അല്ല, എനിക്ക് പറ്റില്ല, എനിക്കതിന് വില തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ 400 ഷേക്കൽ വെള്ളിക്കായിട്ട്, സിൽവറിനായിട്ട് അത് കോസ്റ്റ് ഇട്ടു. അങ്ങനെ അബ്രഹാം അത് പൈസ കൊടുത്ത് ആ ഗുഹ വാങ്ങിച്ച് ആ ഗുഹയിൽ താൻ സാറയെ അടക്കി. പിന്നീട് ചരിത്രം വരുമ്പോൾ അബ്രഹാമിനെ ആ സെയിം ഗുഹയിലാണ് അടക്കിയത്, ഇസ്ഹാക്കിനെ സെയിം ഗുഹയിലാണ് അടക്കിയത്, യാക്കോബിനെയും അവിടെയാണ് അടക്കിയത്, ലിയയും അവിടെയാണ്. ഇവരെല്ലാം ആ സെയിം ഗുഹയെ തന്നെ അടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾക്ക് ചുരുക്കി പറഞ്ഞ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത് നമ്മൾ കരയുന്നത് കൊണ്ട് നമുക്കൊരു തെറ്റുമില്ല എന്നുള്ളത്. നമ്മൾ വിശ്വാസികളാകുമ്പോൾ നമ്മൾ കരയാൻ പാടില്ല, നമ്മൾ ഭയങ്കര ബലത്തോടെ നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയുടെ ആവശ്യം ശരിക്കും നമുക്കില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾക്ക് കരച്ചിൽ വരും. നമ്മൾ കരയുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. ശരിക്കും കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു കാര്യമായിട്ട് നമുക്കൊരു സമാധാനം ലഭിക്കാനായിട്ട്, ഒരല്പം ആശ്വാസം ലഭിക്കുവാനായിട്ട് നമ്മളുടെ ഈ കരച്ചിൽ സഹായിക്കും. നമ്മളുടെ ദുഃഖം ഒന്ന് കുറയ്ക്കുവാനായിട്ട് ഈ കരച്ചിൽ സഹായിക്കും എന്ന് നമുക്കത് അറിയാമല്ലോ. അതാണ് അബ്രഹാമിനും അതുപോലെ തന്നെയായിരുന്നു. അബ്രഹാമിനും താൻ ഭയങ്കര ദൈവവിശ്വാസിയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ബൈബിളിൽ നോക്കുമ്പോൾ, മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു വിശ്വാസിയായിട്ട് നമുക്ക് അബ്രഹാമിനെ കാണാൻ സാധിക്കും. ഈ അബ്രഹാം പോലും തൻ്റെ ഭാര്യയുടെ മരണത്തിൽ താൻ കരയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ നമ്മളും കരഞ്ഞു പോകും. നമുക്കും പല ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അതുകൊണ്ട് കരയുന്നത് ഓക്കെയാണ്. നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ, സമാധാനം കണ്ടെത്തുവാനായിട്ട്, നമ്മുടെ സങ്കടം ഒരല്പമെങ്കിലും കുറയ്ക്കുവാനായിട്ട് കരച്ചിൽ സഹായിക്കും. അതുപോലെ തന്നെ അബ്രഹാം അവിടെയുള്ളവരുടെ മുതലെടുക്കാനായിട്ട് അബ്രഹാം അങ്ങനെ തീരുമാനിച്ചില്ല. കാരണം അബ്രഹാമിന് ആ കേവ് ഓഫർ ചെയ്തപ്പോൾ, അബ്രഹാമിനെ ശവം അടക്കുവാനായിട്ട് ആ ഗുഹ ഓഫർ ചെയ്തപ്പോൾ അവർ ഫ്രീ ആയിട്ടാണ് ഗുഹ എടുത്തോളാൻ പറഞ്ഞത്. പക്ഷെ അബ്രഹാം അത് ഇല്ല എന്ന് പറഞ്ഞു. അബ്രഹാം അതിനൊരു വിലയിട്ട്, അബ്രഹാം അതിനൊരു വില ചോദിച്ചു, അതിനൊരു വിലയിട്ട് ആ വില കൊടുത്ത് തന്നെ അബ്രഹാം ആ ഗുഹ വാങ്ങിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മുതലെടുക്കുവാനായിട്ട് പാടില്ല. കാരണം അബ്രഹാമിന് വേണം ഈ ചട്ടം മുതലെടുക്കാമായിരുന്നു. അബ്രഹാം വലിയൊരു വ്യക്തിയായിരുന്നു കനാനിൽ. അതുകൊണ്ട് അവരെ വലിയ വ്യക്തിയാണല്ലോ ഓർത്തിട്ടാണ് അവരെ ഫ്രീ ആയിട്ട് ആ ഒരു ഗുഹ കൊടുക്കാനിടയായി തീർന്നത്. പക്ഷെ താനത് അവരുടെ ആ ഒരു റെസ്പെക്റ്റിനെ താനത് മുതലെടുത്തില്ല. അതുകൊണ്ട് നമ്മളും ചില കാര്യങ്ങൾ നമുക്ക് മനുഷ്യനെ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ പ്രോമിസിനെ മുതലെടുക്കുവാനായിട്ട് സാധ്യതയുണ്ട്.
പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളങ്ങനെ മുതലെടുക്കാൻ പാടില്ല. നമ്മൾ ദൈവമക്കളെന്ന എനിക്ക് പ്രത്യേകിച്ച് നമ്മൾ ആ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പാടില്ല. അബ്രഹാമിൻ്റെ അതുകൊണ്ട് ആ ജീവിതം അത് നമുക്കതൊരു പാഠമാകട്ടെ, നമുക്കൊരു എക്സാമ്പിളായിട്ട് മാറട്ടെ. അത് നമുക്കെല്ലാവരെയും അത് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മാറട്ടെ.